ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അതാണ് നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കാനായി പ്രതിഭ ട്യൂട്ടോറിയൽസ് പ്രിൻസിപ്പൽ ശ്രീ പ്രദീപിനെ ക്ഷണിച്ചോളൂ. കുട്ടികളെ, നിങ്ങൾ ഈ പരീക്ഷനെ തീരെ പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു രസകരമായിട്ടുള്ള അനുഭവമായിരിക്കും. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സാധനം ഇവിടെ ഉണ്ട്. എന്താണെന്നറിയോ? വൈഫൈ. അതിവിടെ ഉണ്ട്. കൂടുതൽ രസങ്ങൾ കുറച്ച് പഠിത്തം. ചിലര് ചവച്ചോണ്ടേയിരിക്കും. ഒരു പോത്ത് 24 മണിക്കൂറും ചവച്ചോണ്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട് പോത്തിന്റെ പല്ല് വെളുക്കുന്നില്ലല്ലോ. ഞാനൊരു പ്രിൻസിപ്പൽ മാത്രമല്ല, ഒരു രസീൻ കൂടിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പോത്ത്. ഇത് MRF അഥവാ മായ രേവതി ഫെമിന. ഈ സമർത്ഥരായ ടീച്ചർമാരാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇവര് നിങ്ങളെ പേടിപ്പിക്കുന്ന, ടെൻഷനാക്കുന്ന ഈ പരീക്ഷ ജയിച്ച് കയറാൻ സഹായിക്കുന്നുണ്ട്. ഏതൊരു സ്ഥാപനത്തിന്റെയും ഊർജം എന്ന് പറയുന്നത് അതിന്റെ ഫീസ് കളക്ടിങ് പോയിന്റുകളാണ്. നിങ്ങൾക്ക് എപ്പോ വേണേലും ഫീസ് അടയ്ക്കാനായിട്ട് ഈ ചിനുവിനെ സമീപിച്ചാൽ മതി. ലേനു, അത് ഇങ്ങനെ വേണ്ടി അടയ്ക്കാം. ഫുള്ളായിട്ടോ ഹാഫായിട്ടോ ക്വാർട്ടർ എങ്ങനെ അടിക്കാം. അല്ല അടയ്ക്കാം. അല്ല, പ്രതിഭ സാർ ഉദ്ദേശിച്ചത് ഫീസ് ആയം തന്നെ വേണമെങ്കിൽ ഫുൾ ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ കോഴ്സ് പകുതി ഹാഫ് ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ 1/4 ആയിട്ടും അടയ്ക്കാം. ഞാനത് ഉദ്ദേശിച്ചു. ചെങ്ങയ്ക്ക് മനസ്സിലാവണ്ടേ. പിന്നെ ദൂരത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഹോസ്റ്റലിലാണോ? ഹോസ്റ്റലല്ല, വീട്ടില്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഓക്കെ. മേരി ഏലിയാസ് ജൂഡോയും ഹവീൽദാർ ശിവരാമനുമാണ് അവിടുത്തെ കെയർ ടേക്കേഴ്സ്. അല്ല സാറേ, മേരി ഏലിയാസ് ജൂഡോ ഇത് 3 പേരാണോ? അതൊരാളാണ്. ഇംഗ്ലീഷ് അത്ര വശമില്ലാന്ന് തോന്നുന്നു. മേരി അഥവാ ജൂഡോ മേരി, അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞോന്നുള്ളൂ. അല്ല, പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ. ഇതില് അൽഫോൻസ വിനയ് എന്നിവരുടെ പേരൻസ് മാത്രമാണ് വീടടുത്തായതിനാൽ ഡേ സ്കോളേഴ്സ് ആവാന്ന് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ പഠന സൗകര്യത്തിന് വേണ്ടി അവരും അടുത്ത ദിവസങ്ങളിൽ തന്നെ തങ്ങളുടെ മക്കളെ ഇവരോടൊപ്പം നിർത്തണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതെ സാർ, ഞങ്ങൾക്ക് അവള് ഒറ്റ മോളാ, ആണായിട്ടും പെണ്ണായിട്ടും. ഇത്രയും കാലം വീട്ടിൽ നിന്ന് അവള് മാറി നിൽക്കുന്നതിലൊരു പ്രയാസം, അത്രേ ഉള്ളൂ. സാറേ, അടുത്ത ആഴ്ച തന്നെ വിനുവിനെ ഇവരുടെ കൂട്ടത്തിൽ ചേർത്തോളാം. എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കൾ നന്നായി പഠിച്ച് നല്ല ജോലി നേടി നന്നായി ജീവിക്കണം തന്നെയാണ് ആഗ്രഹം. അതിനാണ് ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വേർതിരിവില്ലാതെ ഓരോ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത്. അതായത് മക്കള് മിടുക്കരാവണം. എല്ലാവരുടെ ആഗ്രഹം അതാണ്, ശരിയല്ലേ? ആ ആഗ്രഹം സഫലമാവട്ടെ, അല്ലേ? മധുരം നൂറുന്നുകൊണ്ട് നമുക്ക് കൊടുത്തോ. താങ്ക് യു. കഴിച്ചോളൂ. വീട്ടിൽ നിന്ന് എഴുതി പഠിച്ചു തട്ട് അല്ലേ? ചെറുതായിട്ടൊന്ന് പഠിച്ച്. നീ ആരുടെ പറഞ്ഞിട്ടോ, ചിലതൊക്കെ അബദ്ധമായിട്ട് ശ്രദ്ധിക്കണം. നീ അധികം മിണ്ടണ്ട. നീ മൊത്തം കൊളാക്കിയാണ്. ഞാൻ ഇടപെട്ടോണ്ട് രക്ഷപ്പെട്ട്. ഞാനെന്തോ കൊള്ളാക്കി? ഞാൻ കറക്റ്റ് മണിമണി പോലെ പറഞ്ഞ് കുട്ടികളൊക്കെ ആകാംക്ഷയിലേക്ക്. നീ അധികം സംസാരിക്കരുത് കേട്ടാ. പ്രിൻസിപ്പൾ ആണ് പോലും നല്ല ആണ് കേട്ടോ. ചിന്നു, ഇവരെല്ലാരും തൃപ്തിപ്പെടുത്തിയ ഒരു സ്ഥാപനം നടത്താൻ പറ്റുമോ? അതില്ല. അതാണ്. ചിന്നു അമ്പലത്തിൽ പോയോ? പോയി സർ. പൊട്ടോ തൊട്ടോ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു സർ. സർ ബാക്ക്. അതെ, നല്ല വർക്കൗട്ടിന്റെ ജിമ്മ്. അതല്ല സർ, സാറിന്റെ ബാക്കില്. അതല്ല സർ, ഞാൻ പറയുന്നത് കേക്ക് സർ. വെറുതെ മുന്നി ചിന്നു ആ കസര അങ്ങോട്ടാ.
സോറി കേട്ടോ. എന്തിന്? ഞാന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ വിചാരിച്ചില്ല. ഞാൻ എന്ത് പരിപാടി? ഞാൻ ജിമ്മിലൊക്കെ പോയി ബോഡി സെറ്റാന്ന് ഇങ്ങനെ ചിന്നു പറയായിരുന്നല്ലോ. സർ ബബിൾക്കം. ബബിൾക്കോ? ആ സർ ബബിൾക്കം. ആ ബബിൾക്കോ? ആ ബബിൾഗം. ബബിൾഗം. ഇത് മറ്റവന്റെ പണിയാ. എനിക്ക് ആ സംഭവം മനസ്സിലായിട്ട് ഇത് തന്നെയാണ് ഓന്റെ പരിപാടിയാ. സോറി കേട്ടോ, ഞാൻ വിചാരിച്ചു. എന്തിനാ സോറി എന്തിനാ? അല്ല ബബിൾഗല്ലേ? ആ ബബിൾക്ക് സോറിന്റെ ആവശ്യം എന്താ? ബബിൾക്ക് തന്നെ സോറി പറയേണ്ട കാര്യമുണ്ടോ? എന്തിനാ ബേജാറാ? ഞാൻ ബേജാറൊക്കെ, ഞാൻ ഫുൾ ഫ്രീയാ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ബേജാറാവലും ഇല്ല, ഫുൾ ടൈം എങ്ങനെയാ ബബിൾ കൊട്ടിച്ചേരി ഞാൻ എന്തിനാ ബേജാറാവണ്? കുറെ നേരം ഈ ബബിൾഗം കളി തുടങ്ങിയിട്ട്. ഇല്ല സർ. ശരി, ഇനി വർക്ക് തുടങ്ങിക്കോ. പ്രതിഭ സാറ് ഭയങ്കര തള്ളാണല്ലേ? ഇനി എക്സാം കഴിയുന്നൊരു ഇതെങ്ങനെ പിടിച്ചിക്കോന്നാണ് ആലോചിക്കുന്നത്. നിങ്ങളൊക്കെ ഇവിടെ തന്നെയാ താമസം? കോളേജ് ഹോസ്റ്റലാകുമ്പോ നമുക്ക് അത്യാവശ്യം കമ്പനി സ്റ്റഡി കിടക്കൂലോ. അപ്പൊ അതിന്റെ കൂടെ ചെറുതായിട്ടൊരു ഡയലോഗല്ലേ? കേട്ടോ ചെക്കൻ നല്ല കീച്ചാ. ഈ കളിക്കൂലേ? ഞാൻ പഠിപ്പിച്ചരാ. വേണ്ട. നിങ്ങൾക്ക് ഓക്കെ അല്ലേ ഇവിടെ? ആ ഞങ്ങൾക്കൊക്കെയാണ്. എക്സ്ക്യൂസ് മീ, ആ. വിനയ്. ആ കുട്ടിയല്ലേ ഇന്ന് രാവിലെ പള്ളി പാട്ടോടിയത്? അതെ, ഞാൻ കേട്ടിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. അതെങ്ങനെ ഇടവക പള്ളിയാ? അതിനടുത്താ വീട്? അല്ല, ഞാൻ അതാ വഴി പോയപ്പോ കേട്ടതാ. ശരി. ആ, ശരി. എന്തായാലും തുടക്കം ഗംഭീരം. ഈ ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റാ. തുടക്കം ഗംഭീരാടാ, ഗംഭീരം. അതല്ലടാ, പിന്നെന്താ? നമ്മുടെ പ്രതിഭ ട്യൂട്ടോറിയൽസ് നന്നായിട്ട് ആരംഭിച്ചു. അയ്യോ, കലശം കുറച്ചുകൂടി കൂടണം. അതെന്തിനാ? എടാ, നമ്മൾ സെറ്റപ്പ് മൊത്തം മാറിയില്ലേ? ഇനി ആ കഞ്ഞിയും പയറും പപ്പടം കഴിക്കാൻ പറ്റുമോ? നമ്മൾ മൊത്തം ചിക്കൻ മട്ടൻ ഹൈ ഫുഡ്. അതൊന്നും വേണ്ട. ഇത്രയെങ്കിലും കുട്ടികൾ ചേർന്നത് എൻ്റെ അച്ഛൻ നല്ലപോലെ നടത്തിയ പേരുള്ളതുകൊണ്ടാണ്. നമ്മളായിട്ടത് കളഞ്ഞു കുളിക്കരുത്. അത് പേടിക്കണ്ട, ഞാനല്ല പ്രിൻസിപ്പാള്. അല്ലടോ, നമ്മളെ കോളേജത്തെ ടീച്ചേഴ്സിനൊക്കെ ചേർന്ന് ഒപ്പിച്ച് അതൊക്കെ ഞാൻ സംഘടിപ്പിച്ച് നമുക്കൊരു നേരം പോക്ക് വേണ്ടടാ. ആ അല്ല, പഴയ സ്വഭാവത്തിനൊരു മാറ്റമില്ലടാ കള്ള. വാ, കുഴിമന്തിണ്ടോ? ഉണ്ട് സാർ. 2 കുഴിമന്തി പാർസല് വീട്ടിലേക്കാ. 5 minutes സാർ. 5 minutes സാർ. 5 അല്ലേ? ആ ഓക്കെ. ആ വോ. അതാർക്കാട്ടോ കുഴിമന്തി? എനിക്ക് തന്നെ ഇവിടെ പറഞ്ഞ എത്ര കാലായിട്ട് റോഡിലോട്ട് അൽഫാമിന്റെ കുഴിമന്തിന്റെ ബോർഡ് വായിൽ വെളിച്ചെടുക്കണത്. ഇവിടെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ഒരു പട്ടിയുടെ കൂടെ തിരിഞ്ഞു നോക്കണ്ടാ. പട്ടി അവിടുന്ന് പോ. ഇത്രയും കാലം എടിക്കൊക്കെ. ഇപ്പം നാട്ടുകാർക്ക് നമ്മളോട് അസൂയ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അസൂയപ്പെട്ടവരടാ. നമ്മളിങ്ങനെ ഉയർച്ചയിലേക്ക് പുതിയ കോളേജൊക്കെ തുടങ്ങിയത് കേട്ടല്ലോ. കടം വാങ്ങിയ കാശെടുക്ക്. തുടങ്ങിയിട്ടില്ലല്ലോ, തരാ. എന്നാലേ ഞങ്ങൾ 4 പേര് കഴിച്ച ഫുഡിന്റെ ബില്ലുണ്ട്, അതങ്ങ് കൊടുത്തേക്ക്. സാർ കുഴിമന്തി. ആ, അടിപൊളി. ഈ കുഴിമന്തി തിരിച്ച് കുഴിയിലെടുക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? പറ്റൂല സാർ. പറ്റൂല. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇനി ആ കുഴിയിലാണ് മുടിക്കാള്. സാർ ബിൽ. ബില്ല് ആ കുഴിയിൽ മുടിക്കാള്.